ഹലോ കൂട്ടുകാരെ, ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കൊടങ്ങൽ, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന കുറേ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് കൊടങ്ങൽ. ബ്ലഡ് ഉണ്ടാകുന്നതിന് ഏറ്റവും നല്ല ഒരു ഔഷധമാണ് കൊടങ്ങൽ. അപ്പം ഇന്ന് ഞാൻ കൊടങ്ങൽ കൊണ്ടൊരു കുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊടങ്ങൽ, കരിപ്പെട്ടി ഉരുക്കി അരിച്ചു വെച്ച് പാനീയമാണ്, ജീരകം, 2 ഏലക്ക, കുതിർത്ത് വെച്ച പച്ചരി, ഒരു തേങ്ങയുടെ 1/4 പാൽ. ആദ്യമായി നമുക്ക് ഈ കൊടങ്ങലും പച്ചരിയും കൂടെ അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചരിയും കൊടങ്ങലും കൂടെ അരച്ചെടുത്തിരിക്കുന്ന പേസ്റ്റാണ്. അതിൻ്റെ കൂടെ അല്പം ആയാളയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി തയ്യാറാക്കാം. ഒരു ചെറിയ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് പറ്റിയതിന് ശേഷം 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. 1 സ്പൂൺ നെയ്യ് ഒഴിച്ച്, നെയ്യ് ആവശ്യമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. പണ്ടുള്ള അമ്മമാരൊന്നും ഇതിന് നെയ്യൊന്നും ചേർക്കത്തില്ലായിരുന്നു. പിന്നെ ഇപ്പം ഇച്ചിരി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഞാൻ 1 സ്പൂൺ നെയ്യ് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ചൂടായ നെയ്യിലേക്ക് ജീരകവും 2 ഏലക്കയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് നമ്മുടെ അയാൾ ഇട്ട് കൊടുത്ത് നല്ല നെയ്യുടെ മണം വരുന്നുണ്ട്. നമ്മൾ അരച്ച ജാർ കഴിയ വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തത്. ഇനി നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലതുപോലെ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് ഇത് അടിക്ക് പിടിക്കും. അടിക്ക് പിടിക്കാനേ പാടില്ല, കട്ട കുത്തും. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് നല്ലതുപോലെ വെന്ത് കുറുകണം. അതിനാവശ്യം എത്ര ആവശ്യമുള്ള വെള്ളവും നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കുറുകണം. കുറുകി കഴിയുമ്പോൾ നമുക്ക് 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ 1/4 പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി അതും ഒന്ന് കുറുകട്ടെ. ഇനി നമ്മുടെ കരിപ്പെട്ടി ഒഴിച്ചു കൊടുക്കാം. കരിപ്പെട്ടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ വെള്ളമെല്ലാം വറ്റി വരുന്നിട വരെ ഇളക്കി കൊടുക്കണം. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ കൊടങ്ങൽ കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ കൊടങ്ങൽ കിണ്ണനപ്പം ഉണ്ടാക്കി കഴിക്കാം, നെയ്യപ്പം ഉണ്ടാക്കി കഴിക്കാം, ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിക്കാം. ഇത് പിള്ളേരിലേക്ക് എത്തിക്കാൻ നമുക്ക് കിണ്ണനപ്പം ഉണ്ടാക്കുമ്പോൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതൊക്കെ ഇട്ട് ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർ കഴിക്കും. ഒരു 4 മണി പലഹാരമായിട്ട് പിള്ളേർക്ക് കൊടുക്കാവുന്നതാണ്. രുചിയേറും കൊടങ്ങൽ കുറുക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചെറു ചൂടോടുകൂടി നമുക്ക് കുടിക്കാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, ബൈ.